നാലാമധ്യായം. ഋഷികൾ. ഇപ്പുരാണം കേട്ടൊരാശുകൻ വ്യാസന്റെ സത്പത്നിയാമേതു പെണ്ണിൽ പിറന്നതും കേൾപ്പുണ്ടവൻ യോനിജാതനല്ലെന്നു പിന്ന പരമാർത്ഥമെന്താ അതുമല്ലഹോ. മന്നിൽ പിറന്ന മുതൽക്കേ വിരക്തനതന്യൻ പുരാണൻ പുരാണം പഠിച്ചതുമെന്തിനാം. സൂതൻ. പണ്ടു സരസ്വതിയാർ എൻ്റെ തീരത്തിലുണ്ടായിരുന്നതെന്നാശ്രമവാടിയിൽ കണ്ടാനൊരിക്കൽ കുരുവിപ്പറവകൾ കൊണ്ടാടിമേവുന്നതായി ബാദരായണൻ. മുട്ടകൾ പൊട്ടിപ്പിരിഞ്ഞു ചിറകുകളൊട്ടും മുളയ്ക്കാതെ ചോന്നിളം ചുണ്ടൊടും കൂട്ടിലിരിക്കുന്ന കുഞ്ഞുകിളികളെ പോറ്റാൻ അവറ്റതൻ തന്തയും തള്ളയുമേറ്റം പണിപ്പെട്ടു ദൂരെയങ്ങൊക്കെയും തീറ്റ തിരഞ്ഞു പറന്നു പോകുന്നതും തക്ക നേരത്തു മടങ്ങി വന്നൻപൊടു മക്കൾക്കു തീറ്റ കൊടുത്തിരിക്കുന്നതും തഞ്ചിറകിൻ നിഴൽപ്പാട്ടിൽ കനക്കയാ പിഞ്ചുകിടാങ്ങളെ ചേർത്തുകൊണ്ടങ്ങനെ ചെഞ്ചുണ്ടിലുമ്മ വച്ചാനന്ദവാർദ്ധയിൽ തഞ്ചിമേവുന്നതുമായ വിധങ്ങളെ കണ്ടുകണ്ടെത്രയും വിസ്മയം പൂണ്ടകത്തണ്ടിലീ വണ്ണം നനച്ചു പാരാശരീ. പുത്രവാത്സല്യമി പക്ഷിവർഗത്തിനു ഇത്ര കണ്ടേറിയിരിക്കുമെന്നാകിലോ അത്രതൻ ഭാവി ശുശ്രൂഷ കൊതിക്കുന്ന മർത്യർക്കു പിന്നെ എന്തെന്നു ചൊല്ലേണമോ. ഓർക്കിലി സംസാര സൗഖ്യത്തിലേറ്റവും മേൽക്കിട തന്നെ സന്താന സംലാളനം. പുത്രനില്ലെന്നു വന്നാകിലോ സ്വർഗവും മുക്തിയും കിട്ടാൻ എളുപ്പമില്ലേതുമേ. പാപക്കടലു കടപ്പതിന്നും സ്വർഗമാപിപ്പതിന്നും സുതൻ മൂലമെന്നു താൻ ചൊല്ലുന്നു ധർമ്മശാസ്ത്രങ്ങൾ. അനുമാനമല്ലതിപ്പോത പ്രത്യക്ഷവും തന്നെയായേ. മക്കളില്ലാത്ത മനുഷ്യനം മൃത്യുവിൻ പക്കലെത്തുമ്പോൾ നിനപ്പതീ മട്ടിലാം. തേടി ഞാൻ വച്ച ധനവും വകകളും വീടും വിലപ്പെട്ട മറ്റു പണ്ടങ്ങളും മേലിലാർക്കയ്യോ ലഭിക്കും. ഈ പാഴ്ചിന്ത മൂലം അവനകം നീറിക്കലങ്ങുമേ. ചിത്തമമ്മട്ടു ചലിക്കയാൽ മുക്തിയും സിദ്ധിച്ചു കൊള്ളുവാൻ അവനില്ലൊരു വഴി. ചിന്തിച്ചിവണ്ണമാ വ്യാസയോഗീശ്വരൻ സന്തപ്ത ചിത്തനായൊന്നു വീർത്താനുടൻ. പിന്നെ സുമേരുതടത്തിൽ തപസ്സിനായുന്നി സദ്ദേശമണഞ്ഞു മുനിവരൻ. രുദ്രനോ വിഷ്ണുവോ ബ്രഹ്മനോ ശക്രനോ മിത്രനോ വാശിയോ ഭൂതാദിനാഥനോ ആരുവാനാകാംക്ഷ പോലെ വരം തരാൻ പോരുന്ന ദേവനെനിക്കെന്ന ചിന്തയിൽ മുങ്ങിക്കഴിയവേ മുന്നിലെത്തിയിടിനാൻ മംഗളാത്മാവാം മഹാമുനി നാരദൻ. ശീഘ്രമമ്മ മുനിവ്യാസനാൽ ദത്തമാമർഘ്യാസനങ്ങൾ കൈക്കൊണ്ടു ചോദിക്കയായി എന്താണു കാരണം ചൊല്ലുക വ്യാസരേ. ചിന്താവിവശനായി ഇങ്ങനെ വാഴുവാൻ. വ്യാസൻ. പുത്രനൊന്നില്ലായ മൂലം മഹാമതേ എത്രയും ദുഃഖമെനിക്കെന്നറിയണം. തന്നിവർത്തിക്കേതു ദേവനോ സേവനിതെന്നതോർത്തേവം വിചാരം കലർന്നതും ഓതണമങ്ങു ഞാൻ പുത്രലാഭത്തിനായേതൊരു ദേവനെ സേവ ചെയ്തിടണം.
സർവജ്ഞനല്ലോ ഭവാൻ, കൃപ ചെയ്തതു നിർവചിച്ചിടിനാൻ വിളംബം വരുത്തൊലാ. സൂതൻ. ഇത്തരം വ്യാസൻ പറഞ്ഞതു കേട്ടതിനുത്തരം ചൊല്ലിനാൻ ഇങ്ങനെ നാരദൻ. മുന്നം മുരവൈരിയോടും ഇതേവിധം തന്നെ ചോദിച്ചു മത്താതൻ ചതുർമുഖൻ. മുത്തുമാലകളണിഞ്ഞു ശ്രീവത്സവും നൽത്തിരുമാറിലെങ്ങുള്ള ജഗത്പതി. തൃക്കൈകളിൽ ശംഖചക്രഗദാദിയും അക്കടിമേൽ പീതകൗശേയവട്ടവും ചാർത്തിയരുളുന്ന സർവലോകേശ്വരൻ കീർത്തനീയൻ തപോനിഷ്ഠനായി കാൺകയാൽ. ബ്രഹ്മാവ്. ദേവദേവേശ ജഗന്മയാ മാധവ, നീ വിഭോ ആരെയുന്നിത്തപം ചെയ്വതും. മായാമയൻ ഭവാൻ സർവലോകേശ്വരൻ ധേയനാരങ്ങയ്ക്കിത്രയുമത്ഭുതം. ഇക്കണ്ട നാനാചരാചര ലോകങ്ങളൊക്കെയും നിർമ്മിച്ച ഞാനും മഹേശ്വര. നിന്നാഭിപത്മത്തിൽ നിന്നു ജനിച്ചവൻ, പിന്നെ ആരങ്ങയേക്കാളും മികച്ചൊരാൾ. ഞാനറിഞ്ഞിട്ടു ഭവാൻ തന്നെ പാരിന്നു നൂനമൊരാദിയാം കാരണം ശ്രീപദേ. സൃഷ്ടിസ്ഥിതിലയം മൂന്നും ഭവാനുള്ളൊരിഷ്ടപ്പടിക്കു നടക്കുന്നതല്ലയോ. ലോകങ്ങൾ ഞാൻ ചമയ്ക്കുന്നതും ശങ്കരനാകവേ സംഹൃതി കൊണ്ടഴിക്കുന്നതും സച്ചിത് സ്വരൂപമായി സർവേശനായി ഈച്ഛ കൊണ്ടാണതിലൊരു സംശയം. കാറ്റു വീശുന്നതും വിണ്ണിൽ കതിരവൻ ചുറ്റിത്തിരിവതും മാരി പെയ്യുന്നതും അപ്പോലെ വന്യകത്തുന്നതും നിന്നുടെ ചൊൽപ്പടി തന്നെ സർവം നടക്കുന്നതും. ഏതിനുമിങ്ങനെ നാഥനാമങ്ങയാലേതൊരു ദേവനോ സേവനീയൻ വിഭോ. അമ്പുൾ കലർന്നരുൾ ചെയ്യണമായതു നിൻ ഭക്തനാകുമെന്നോടു ജഗത് പ്രഭോ. ഇത്തം പിതാമഹവാക്യങ്ങൾ കേട്ടുടൻ ദൈത്യവിദ്വേഷി ചൊന്നിടിനായിങ്ങനെ. ജ്ഞാനം ഭവാനും മഹേശനും തന്നെയന്യൂനം ജഗത്സ്ഥിതി സൃഷ്ടിക്ഷയങ്ങളെ സാധിപ്പതെന്നായി സുരാസുരമാനുഷജാതികളൊക്കെ ധരിക്കുന്നുവെങ്കിലും അത്തൊഴിലിന്നു നാം മൂവരാളാവതു ശക്തി തൻ പിന്തുണ കൊണ്ടെന്നറിയണം. സൃഷ്ടിയിൽ രാജസി, രക്ഷയിൽ സാത്വികി, നഷ്ടഭാവത്തിലെത്താമസിയായുമേ. അമ്മഹാശക്തി താൻ നിന്നു തുണയ്ക്കയാൽ നമ്മൾ നടത്തുന്നു വിശ്വകാര്യങ്ങളെ. തത്കൃപാസാന്നിധ്യമില്ലെന്നിരിക്കിൽ നാം ഒക്കെയും ജീവച്ഛവങ്ങളെന്നായി വരും. ആകയാൽ മൂർത്തികൾ മൂവരാകും നമുക്കേകാമവലംബമദ്ദേവി എന്നോർക്കണം. ഭദ്ര സർപ്പേന്ദ്രക്കിടക്കമേൽ ഞാൻ യോഗനിദ്ര കൊള്ളുന്നതും കാലമാകുമ്പോഴേ നിത്യമശക്തിക്കധീനനായി തന്നെയാണിഥ സമോദം ഉണർച്ച കൈക്കൊള്ളുവതും. പൂമാതിനോടു ചിലപ്പോൾ കളിച്ചിടും ഭീമാസുര പടവെട്ടും ചിലപ്പോൾ ഞാൻ ഏകാർണവത്തിൽ വച്ചയ്യായിരത്താണ്ട നീ കാൺകെ ബാഹുയുദ്ധം ചെയ്തു ഞാൻ പുരാ. ദുഷ്ടരാകും മധുകൈടഭന്മാരെയും നഷ്ടമാക്കിയിടിനേൻ ജ്ഞാനയേ നാൻമുഖ. ഈ വക കൃത്യശതങ്ങളിൽ ശക്തിയാം ദേവിയാണെന്നെയാളാക്കുന്നതോർക്കുകിൽ. മീനാമ പന്നി തൊട്ടുള്ള രൂപങ്ങളിൽ ഞാൻ അവതാരമോരോന്നെടുക്കുന്നതും
പാൽപ്പയോരാശിയിൽ തന്നെ മേവുന്നതും ആ പരാശക്തി തന്നാജ്ഞയൊന്നാലെതാൻ. പണ്ടൊരു നാളൊരു ഞാണുകൊണ്ടെൻ തല കണ്ടിച്ചു ദൂരത്തെറിച്ചു പോയില്ലയോ. ആത്തവിൽ നിൻ ചൊല്ലു മൂലമശ്വത്തല ചേർത്തു വച്ചില്ലയോ. ദേവശില്പീശ്വരൻ അന്നെനിക്കുണ്ടായി വന്നു ഹയാനനെന്ന പേരീ വകയ്ക്കൊക്കെയും സാക്ഷി നീ. സ്വാതന്ത്ര്യമുണ്ടായിരുന്നെനിക്കെങ്കിലീ ബാധ വന്നിടുവാൻ സംഗതിയാകുമോ. ആകയാൽ ആരിലും മീതെ സ്വതന്ത്രമാമേകാധിപത്യം വഹിപ്പതാ ശക്തി താൻ. മധ്യാനവും തപോനിഷ്ഠയും ശ്രേഷ്ഠയാം ദേവിയെ കുറിച്ചുള്ളതാണൻ സഖേ. നാരദൻ: സൃഷ്ടാവിതൻ പിതാ നേരിട്ടു ചൊല്ലി ഞാൻ കേട്ടതാണിക്കഥാഭാഗം ഋഷിപ്രഭോ. ഇന്നതുകൊണ്ടു ഭവാന പരാശക്തി തന്നെ ഭജിക്കുന്നതാണേറ്റമുത്തമം. ഉദ്ദേശസിദ്ധി സമസ്തം വരുത്തുവാൻ ദേവി പോരും അതിൽ വേണ്ട സംശയം. സൂതൻ: നാരദനീ വിധം ചൊന്നതു കേട്ടുടൻ മേരുവിൽ പുക്കാൻ തപസ്വിനായി വ്യാസനം. ദേവീ മഹിമാനുവർണ്ണനം 4-ാം അധ്യായം കഴിഞ്ഞു.